ആരോഗ്യമല്ല പ്രാധാന്യം, നമ്മുടെ മനസ്സാണ് എന്ന് എപ്പോഴും നൂറ് ആളുകൾക്ക് അനേക സഹായങ്ങൾ, വിവാഹ സഹായം, മരുന്ന്, അവശ്യ വസ്തുക്കളെ, ഭക്ഷണം. 11ാമത്തെ വീടാണ് ട്രസ്റ്റ് പണിതുകൊണ്ടിരിക്കുന്നത്. മനസ്സുകളുടെ സഹായം കൊണ്ടും എൻ്റെ അധ്വാനത്തിൻ്റെ മിച്ചം കൊണ്ടും. രണ്ട് കാലുകളും ഒരു കൈയും പോളിയോ എന്ന രോഗത്തിന് അടിമപ്പെടുകയും എന്നാൽ ഒരു കാലിൻ്റെ സഹായത്തോടെ തൻ്റെ ജീവിതം പതുക്കെ ആരംഭിക്കുകയും 10ാം ക്ലാസ് വരെ വിദ്യാഭ്യാസം നേടിയെടുത്ത് പ്രിൻറ്റിംഗ്, ബൈൻഡിംഗ് മേഖല തൊഴിൽ രംഗത്തെ പ്രവർത്തന മേഖലയായി തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോകുമ്പോഴും സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങൾ ഈ സമൂഹത്തിൽ നടപ്പാക്കണം എന്ന സ്വപ്നം മനസ്സിൽ ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതീക്ഷ എന്ന സാമൂഹ്യ ക്ഷേമ കേന്ദ്രം രൂപീകരിച്ച് തൻ്റെ തൊഴിലിലൂടെ കിട്ടുന്ന വരുമാനം ആയിരക്കണക്കിന് ആളുകൾക്ക് നൽകുവാനുള്ള വലിയ ആഗ്രഹത്തോടുകൂടി 15 വർഷക്കാലമായി ആയിരക്കണക്കിന് ആളുകളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ബെന്നിച്ചൻ ലൂക്കോസ് പറയുന്നു, ആരോഗ്യം അല്ല, മനസ്സാണ് പ്രധാനം. ബെന്നിച്ചൻ ലൂക്കോസ് നമ്മളോട് ഇപ്പോൾ സംസാരിക്കുന്നു. നമസ്കാരം, ഞാൻ ബെന്നിച്ചൻ ലൂക്കോസ്. ചങ്ങനാശ്ശേരിയിലാണ് സ്വദേശം. വാഴപ്പള്ളിയായിരുന്നു എൻ്റെ ജന്മസ്ഥലം. എൻ്റെ 2 കാലുകൾക്ക് ഒരു കൈക്ക് പോളിയോ ബാധിച്ച ആളാണ്. ഏതാണ്ട് വളരെ ബാല്യത്തിൽ തന്നെ പോളിയോ കാലുകളെയും കൈകളെയും കീഴ്പ്പെടുത്തി. എങ്കിലും ഒരു കാലിൻ്റെ സഹായത്തോടാണ് നടന്നുകൊണ്ടിരുന്നത്. പിന്നീട് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു ഓപ്പറേഷനിലൂടെ നടന്നുകൊണ്ടിരുന്ന കാലും കൂടെ തീർത്തും നിശ്ചലമായിപ്പോയി. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടിലാണെങ്കിൽ പോലും വിദ്യാഭ്യാസം, അത്യാവശ്യം 10ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം നേടിയെടുക്കാനും അതിലൂടെ അത്യാവശ്യം ബുദ്ധി കാര്യങ്ങളൊക്കെ സമ്പാദിക്കാനൊക്കെ സാധിച്ചു. എൻ്റെ പ്രവർത്തന മേഖല ശരിക്കും പ്രസ് ഫീൽഡിലാണ്. പ്രിൻറ്റിംഗ് ആൻഡ് ബൈൻഡിങ് ആയിരുന്നു ഞാൻ സ്പെഷ്യലൈസ് ചെയ്തിരുന്നത്. ആദ്യമെല്ലാം ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അത് അവിചാരിതമായിട്ട് സാമൂഹ്യ പ്രവർത്തനം എന്ന ഒരു സ്വപ്നം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ആ സ്വപ്നം പൂവണിയിക്കുന്നതിനായി ഒത്തിരി കഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ഹാൻഡിക്യാപ്ഡ് വെൽഫെയർ ചാരിറ്റബിൾ ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്തത്. അതിൽ പ്രതീക്ഷ എന്നൊരു പേര് നൽകി. ഈ പ്രതീക്ഷയിലൂടെയാണ് ഞാൻ ശരിക്കും സാമൂഹ്യ പ്രവർത്തന മേഖലയിലേക്ക് ഇറങ്ങിച്ചെന്നത്. ഈ 15 വർഷം കാലയളവിൽ അനേകായിരം ആളുകൾക്ക്, 100 ആളുകൾക്ക് അനേക സഹായങ്ങൾ, സാമ്പത്തിക സഹായം, പെൻഷൻ പദ്ധതി, ഭവന നിർമ്മാണം, വിവാഹ സഹായം, മരുന്ന്, അവശ്യ വസ്തുക്കളെ, ഭക്ഷണം, അങ്ങനെ അനേകം കാര്യങ്ങൾ ഈ പ്രസ്ഥാനത്തിലൂടെ ചെയ്യാൻ സാധിച്ചു. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടക്കുന്ന പ്രവർത്തനം 11ാമത്തെ വീടാണ് ട്രസ്റ്റ് പണിതുകൊണ്ടിരിക്കുന്നത്. പാക്കിലെ 2 കൈക്കും 2 കാലും 2 കൈയും ഇല്ലാത്തൊരു സഹോദരനും കുടുംബത്തിനും വേണ്ടി ഈ പാക്കിൽ കോട്ടയത്തൊരു ഭവനം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. 25ാം തീയതി ആ ഭവനത്തിൻ്റെ താക്കോൽ കൊടുക്കുകയാണ്. 740 സ്ക്വയർ ഫീറ്റ് വീട്, ഏതാണ്ട് 12 ലക്ഷം രൂപയോളം ചെലവഴിച്ചു. മനസ്സുകളുടെ സഹായം കൊണ്ടും എൻ്റെ അധ്വാനത്തിൻ്റെ മിച്ചം കൊണ്ടും കുറേ പൈസ കടം സംഘടിപ്പിച്ചൊക്കെയാണ് ആ വീട് പണി പൂർത്തിയാക്കുന്നത്. അതോടെ 11 വീടുകൾ പൂർത്തിയാക്കാൻ സാധിച്ചു എന്നൊരു സന്തോഷമുണ്ട്. ഏതാണ്ട് ഈ 11 വീടുകളിലായി 56ഓളം ആളുകൾ താമസിക്കുന്നു എന്നത് അതിലും വലിയ സന്തോഷകരമാണ്. ഇതിനിടയ്ക്ക് ധാരാളം പാവപ്പെട്ട പെൺകുട്ടികളെ വിവാഹം കഴിപ്പിച്ചയക്കാൻ സാധിച്ചു. കിടപ്പുരോഗികളുടെ മക്കളെ, ഡയാലിസുകാരുടെ മക്കളെ, അല്ലെങ്കിൽ കണ്ണിന് കാഴ്ചയില്ലാത്ത പെൺകുട്ടികളെ, അവരുടെയൊക്കെ വിവാഹമാണ് മെയിനായിട്ട് നമ്മൾ നടത്തി കൊടുത്തത്. അതുപോലെ തന്നെ ഈ 15 വർഷക്കാലമായി പെൻഷൻ പദ്ധതിയുണ്ട്. ഏതാണ്ട് 60,000 രൂപ മാസം നമുക്ക് ആ പെൻഷൻ പദ്ധതിക്ക് വേണ്ടി തന്നെ മാറ്റി വെക്കണം. ബൈ ഹാൻഡായിട്ടും മണി ഓർഡറായിട്ടൊക്കെ ഈ പണം എത്തിക്കും. ഡയാലിസിസ് രോഗികൾ ധാരാളമുണ്ട്. പിന്നെ ഭക്ഷണത്തിന് നിവൃത്തിയില്ലാത്ത അനേകർ നമ്മുടെ സമൂഹത്തിലുണ്ട്. എല്ലാം നേടിയെടുത്തു എന്ന് നമ്മൾ പറയുമ്പോഴും അനേകർ ഇപ്പോഴും നല്ല രീതിയിൽ ഭക്ഷണമൊന്നുമില്ലാതെ, നല്ല മരുന്നില്ലാതെ, അല്ലെങ്കിൽ തലചായ്ക്കാൻ ഇടമില്ലാതെ ഈ സമൂഹത്തിൽ അനേകരുണ്ട്. അവരെ തേടിപ്പിടിച്ച് അവർക്ക് വേണ്ട മരുന്ന്, ഭക്ഷണം, അങ്ങനെയുള്ള കാര്യങ്ങൾ എത്തിക്കുന്നതിൽ എന്ന് മുന്നിൽ തന്നെയാണ് നമ്മൾ. ഏതാണ്ട് ഇത്രയും വർഷക്കാലം കൊണ്ട് ഒരു 6 കോടിയിലധികം രൂപ ഈ 6 കോടി രൂപയിലധികം ഈ മേഖല ചെലവഴിക്കാൻ ട്രസ്റ്റിന് സാധിച്ചു എന്നത് അഭിമാനകരമാണ്. ട്രസ്റ്റിന് കേരള ഗവൺമെൻറ്റിൻ്റെ രജിസ്ട്രേഷന്, നീതി ആയോഗ്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ATG-12A, അങ്ങനെ എല്ലാ ലൈസൻസുകളും നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രവർത്തിക്കുന്നതിന് യാതൊരുവിധ തടസ്സങ്ങളുമില്ല. സ്വാതന്ത്ര്യത്തോട് തന്നെ നമുക്ക് ഈ കേരളത്തിലല്ല, ഇന്ത്യയിൽ എവിടെയും പ്രവർത്തിക്കാം. ഈ പെൻഷൻ പദ്ധതിയാണ് ഏറ്റവും വിജയകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ മുന്നോട്ട് കൊണ്ടുവരാൻ അവർക്ക് തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങിക്കൊടുക്കുക, അതൊരു വലിയ സ്വപ്നമായിരുന്നു.
അനേക ആളുകൾക്ക് ലോട്ടറി ആയിട്ടും കടയായിട്ടും ചെറിയ ചെറിയ സംരംഭങ്ങൾ നൽകി നമ്മൾ സഹായിച്ചിട്ടുണ്ട്. ഇനി അത് തന്നെ തുടരും. ആരോഗ്യമല്ല പ്രാധാന്യം, നമ്മുടെ മനസ്സാണ് എന്ന് എപ്പോഴും ചിന്തിക്കും. എത്ര അവശതയിലും നമുക്ക് നല്ലത് ചിന്തിക്കാനും മറ്റുള്ളവരെ സഹായിക്കാനുമുള്ള ഒരു മനോഭാവം നമ്മളിൽ ഉണ്ടാകണം. അപ്പോഴാണ് നമ്മൾ പൂർണ്ണരാകുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ കുട്ടികൾക്ക് ക്ലാസ് ഒക്കെ എടുക്കാൻ പോകുമ്പോൾ പറയും, നിങ്ങൾ അനേക നന്മകളുണ്ട്, ആ നന്മ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിക്കണം എന്ന് പറയാറുണ്ട്. ആ ഒരു പറച്ചിൽ കുട്ടികളിൽ ഒത്തിരി സ്വാധീനം ചെലുത്തുന്നതായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മേധാവികൾ നമ്മളോട് പറയാറുണ്ട്. ഒരു ഭിന്നശേഷിക്കാരനായിട്ടല്ല നമ്മൾ ജീവിക്കേണ്ടത്, മറ്റുള്ളവർക്ക് മാതൃകയായിട്ടും സഹായമായിട്ടാണ് ജീവിക്കേണ്ടതെന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. എൻ്റെ പ്രവർത്തന മേഖലയിലെ അനേക ആളുകൾ സഹായം കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. സാമ്പത്തികമായി സർക്കാരിൻ്റെ സഹായങ്ങളൊന്നും നമുക്ക് ലഭിക്കാറില്ല. അതിൻ്റെ കുറേ നൂലാമാലകൾ ഉള്ളതുകൊണ്ടാണ് ഈ സ്പോൺസർമാരിലൂടെയാണ് നമ്മളെല്ലാം കണ്ടെത്തുന്നത്. ഈ 11ാമത്തെ വീടിൻ്റെ പ്രവർത്തനങ്ങളിൽ അനേക ആളുകളുടെ സഹായം തേടേണ്ടി വന്നു. ഇതിനിടയിൽ എനിക്ക് 8ഓളം ഓപ്പറേഷൻ കഴിഞ്ഞ ആളാണ്. എൻ്റെ പെടലിയിലെ സ്പൈനിലെ സർജറിയിലൂടെ സ്റ്റീലിൻ്റെ റാഡും ഡിസ്കുകളെല്ലാം ഇട്ടിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. എൻ്റെ പെടലിൽ ഇവിടം വരെ സർജറി എല്ലാം ചെയ്ത് ബുദ്ധിമുട്ടിലാണ്. എങ്കിലും ആ വേദനകളെല്ലാം മറക്കുന്നത് അനേകരുടെ സന്തോഷം കാണുമ്പോഴാണ്. നിങ്ങളെല്ലാവരും സാമൂഹ്യ പ്രവർത്തന മേഖലയിലേക്ക് കടന്നു വരണമെന്നാണ് എൻ്റെയും അഭിപ്രായം. നിങ്ങളാലാവുന്ന കൊച്ചു കൊച്ചു സഹായങ്ങൾ ചെയ്ത് മറ്റുള്ളവരെ സന്തോഷിപ്പിച്ച് സ്നേഹിച്ച് കരുതി ഒരു വാക്കുകൊണ്ടെങ്കിലും അവർക്കൊരു സഹായം ചെയ്ത് നിങ്ങളെല്ലാവരും ഈ സമൂഹത്തിന് മാതൃകയാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആശംസിക്കുന്നു.